നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് തൃശൂർ ജില്ലയിലെ എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി സ്വന്തമാക്കിയ 100% പദ്ധതി വിഹിതം ചിലവഴിച്ച ടൂറിസം മേഖലയിൽ വിവിധങ്ങളായ പദ്ധതി ആവിഷ്കരിക്കാനിരിക്കുന്ന ഒരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കടക്കുന്നത്. തൃശൂർ ജില്ലയിലെ എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ജിയോ. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. എങ്ങനെയാണ് ഈ ഒരു അംഗീകാരങ്ങളും ബഹുമതികളെല്ലാം തന്നെ സ്വന്തമാക്കിയത്? തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? തൃശൂർ ജില്ലയിലെ കാർഷിക മേഖല ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്താണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത്. 16 വാർഡുകളാണ് ഇവിടെ ഉള്ളത്. ഈ 16 വാർഡുകളിൽ നിന്നും വ്യത്യസ്തമായ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളായിട്ടാണ് ഇവിടെ മെമ്പർമാർ ജയിച്ചു വന്നിട്ടുള്ളത്. CPM 9, CPI 1, കേരള കോൺഗ്രസ് 4, അതുപോലെ തന്നെ BJP 2 അംഗങ്ങൾ. ഈ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്രാമസ്വരാജിൽ പ്രതിപാദിക്കുന്നത് പോലെ വിഭാവനം ചെയ്യുന്നത് പോലെ പ്രതിപക്ഷ സംവിധാനത്തോടു കൂടിയ ഒന്നും തന്നെ ഇവിടെ പ്രവർത്തനങ്ങളില്ല. ഇവിടെ ഭരണസമിതി എന്ന രീതിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി വികസനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഭരണസമിതിയാണ്. ഈ ഭരണസമിതിയിൽ ഡിസെൻഡിങ് നോട്ട് എഴുതാത്ത 4.5 വർഷക്കാലം കഴിഞ്ഞു എന്നുള്ളതാണ് എളവള്ളിയെ ഏറ്റവും വികസനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കാവുന്നത്. ഞങ്ങളുടെ സെക്രട്ടറി ഏറ്റവും മികച്ച സെക്രട്ടറിയാണ്. ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാര് എല്ലാവരും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്താൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായമായി പ്രവർത്തിച്ചു വരുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഉള്ളത്. 2020-21 വർഷമാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി 2ാം സ്ഥാനം കൈവരിക്കാനായത്. അതിനുശേഷം 21, 22, 23, 24 3 വർഷക്കാലം തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി സ്വരാജ് ട്രോഫി വാങ്ങാനായി 4 ട്രോഫികളും ഇപ്പോ ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചു. അതിന്റെ ഭാഗമായി 80 ലക്ഷം രൂപ വികസന പ്രവർത്തനങ്ങൾക്കായി അധികമായി നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇവിടെ കേരളത്തിലെ ഒട്ടുമിക്ക പദ്ധതികളിലും എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ കയ്യൊപ്പ് ചാർത്താനായി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഡൈപ്പറുകൾ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഡൈപ്പർ ഡിസ്ട്രോയർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതിയോടുകൂടി ഡയപ്പർ ഡിസ്ട്രോയർ സ്ഥാപിക്കാനായി ബഹുമാനപ്പെട്ട മന്ത്രി, തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് വന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹം അതിനെ എളവള്ളി മോഡൽ ഡയപ്പർ ഡിസ്ട്രോയർ എന്ന് നാമകരണം ചെയ്യുകയുണ്ടായി. അത് ഏറ്റവും വലിയ ഒരു നല്ല പ്രവർത്തനമായി കാണാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഗ്രാമീണ മേഖലകളിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ കളക്ടറേറ്റിലേക്കും സ്വരാജ് റൗണ്ടിലേക്കും ഒക്കെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ഗ്രാമവണ്ടി എന്ന ആശയം 2ാമത്തെ ഗ്രാമവണ്ടി ഇവിടെ ആരംഭിക്കാനായി. ആ ഗ്രാമവണ്ടി ഇന്ന് ആളുകൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുല്ലശ്ശേരി ബ്ലോക്കിലെ ഏക ബെഡ്സ് സ്കൂൾ 20 കുട്ടികളുമായി ഓട്ടിസം ബാധിതരായിട്ടുള്ള സെറിബ്രൽ പാൾസിയുള്ള കുട്ടികളെ ഞങ്ങൾ പരിശീലിപ്പിക്കുന്ന 1 കോടി രൂപയോളം ചെലവ് ചെയ്തുകൊണ്ടാണ് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച തലത്തിലേക്ക് ആ ബെഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം നമുക്ക് കൊണ്ടുപോകാനായിട്ടുണ്ട്. അവിടെ 2 സ്പെഷ്യൽ ടീച്ചേഴ്സ് ഉണ്ട്, 2 ആയമാരുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നുണ്ട് ആഴ്ചയിൽ, അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്, ക്ലീൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കുട്ടികളെ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ സൗജന്യമായ വാഹനങ്ങളിലാണ്. അവരെ ഭക്ഷണ സൗകര്യങ്ങളും എല്ലാം സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. അവരെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ അവരുടെ അമ്മമാർക്ക് മറ്റു തൊഴിൽ എടുക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി ബെഡ്സ് സ്കൂളിനോട് കൂടി ചേർന്ന് അവരുടെ അമ്മമാർക്കുള്ള ഒരു തൊഴിൽ കേന്ദ്രം കൂടി നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തി വരുമ്പോൾ പോലും തന്നെ നിരവധിയായിട്ടുള്ള ഈ ടൂറിസത്തിന് അനന്തമായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു തൃശൂർ ജില്ലയിൽ ഈ എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഈ ടൂറിസം മേഖലയ്ക്ക് ആയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടത്തി വരുന്നത്?
നമ്മുടെ ടൂറിസത്തിന്റെ ഭാഗമായി ജലസംരക്ഷണ പദ്ധതി 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പഞ്ചായത്ത് നടപ്പിലാക്കുകയുണ്ടായി. 1.5 ഏക്കർ വരുന്ന ഒരു വലിയ ലേക്ക് കെട്ടി സംരക്ഷിച്ച് 1.53 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് തന്നെ സംരക്ഷണം പൂർത്തീകരിച്ചു. ഇപ്പോൾ നമ്മള് മൈസൂർ വൃന്ദാവനിലൊക്കെ പോയി കാണാൻ പറ്റുന്ന തരത്തിലുള്ള മ്യൂസിക് ഫൗണ്ടൻ വിത്ത് ലേസർ ഷോ എന്ന് പറഞ്ഞ ഒരു പദ്ധതിക്ക് വേണ്ടി നമുക്ക് ജില്ലയിൽ നിന്ന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. അത് 50 ലക്ഷം രൂപ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ ഭാഗമായിട്ട് അനുവദിക്കുന്നു. 35 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് വിഹിതം കൂടി വെച്ചുകൊണ്ടാണ് ഈ ഇന്ദ്രാഞ്ചിറ ടൂറിസം സംവിധാനം വരുന്നത്. അതുപോലെ തന്നെ മണച്ചാൽ പ്രദേശത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കും അതുപോലെ തന്നെ കയാക്കിംഗ് നടത്തുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി നമ്മൾ അവസാന ഘട്ടത്തിലാണ്. അത് പൂർത്തീകരിക്കാൻ ഇനി ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. അതോടുകൂടി കുട്ടികൾക്കും അവിടെ മുതിർന്നവർക്കും ഒക്കെ ഉള്ള ഒരു നല്ല ടൂറിസം ഭാഗമായിട്ട് മാറാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഹെലി ടൂറിസത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിനുവേണ്ടി 1.5 ഏക്കർ സ്ഥലം ഒരാൾ സൗജന്യമായി നമുക്ക് തന്നു. അതിന്റെ ഭാഗമായി നമ്മൾ ഹെലിപ്പാഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി അംഗീകാരം വാങ്ങി. അതിന് നടപടികൾ ഈ മാസം പൂർത്തീകരിക്കും. നമ്മൾ ഒരു ഹെലി ടൂറിസം പദ്ധതിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രത്യേക ആപ്പിലൂടെ സിനിമയ്ക്കൊക്കെ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ബുക്ക് ചെയ്താൽ ഒരു പ്രത്യേക ദിവസം ഹെലികോപ്റ്റർ വരുന്നു. ആ ഹെലികോപ്റ്ററിൽ 8 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന ഹെലികോപ്റ്ററിനകത്ത് സാധാരണ ഇവിടെ വരുന്ന ആളുകൾക്ക് ബുക്ക് ചെയ്തവർക്ക് കയറി ഒരു 10 മിനിറ്റ് റൗണ്ട് ചെയ്ത് വരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഹെലി ടൂറിസം പദ്ധതി നമ്മളിവിടെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ചൂരൽമല പോലെയുള്ള പ്രദേശങ്ങളിൽ അപകടം ഉണ്ടായപ്പോൾ സൈന്യത്തിന് വന്നിറങ്ങാൻ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി വൈകലുണ്ടായി. അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ ടേബിൾ ടോപ്പിലാണ് ഈ ഹെലിപ്പാഡ് നിർമ്മിക്കുന്നത്. ആ കൂട്ടത്തിൽ വരും കാലങ്ങളിൽ ഇപ്പോൾ എയർ ആംബുലൻസ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു അപകടം പറ്റിയോ ഗോൾഡൻ അവറിനകത്ത് ICUവിന്റെ ഉള്ളിൽ എത്താൻ പറ്റുന്ന രീതിയിൽ എയർ ആംബുലൻസായി ഉപയോഗിക്കപ്പെടാൻ പറ്റുന്ന ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതി കൂടിയാണ്. അത്തരത്തിലുള്ള പദ്ധതി കൂടി വരുന്നതോടുകൂടി വലിയൊരു മാറ്റം ഇവിടെ ഉണ്ടാവും. 64 ഏക്കർ ഭൂമി മണ്ണെടുത്ത് വലിയ കുളങ്ങളായി കിടക്കുന്ന പ്രദേശത്തെ ഏറ്റെടുത്തുകൊണ്ട് 45 ഏക്കർ തടാകം, കൃത്രിമ തടാകം, തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ കൃത്രിമ തടാകം സൃഷ്ടിക്കാനുള്ള നടപടികളാണ്. അതിവിടെ മത്സ്യസമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഈ സോളാർ പാനൽ വെച്ച് ഗ്രിഡ് ചെയ്യാൻ പറ്റും. ഫ്ലോട്ടിംഗ് പാനലുകൾ സ്ഥാപിക്കാൻ പറ്റും. ഹട്ടുകള്, ഹോട്ടലുകള്, അതുപോലെ തന്നെ കളിസ്ഥലങ്ങള്, മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ടൂറിസം രംഗത്ത് ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിൽ കേരളത്തിൽ ആദ്യമായി തന്നെ ഈ ഹെലിപാഡ് നിർമ്മിക്കാൻ പോകുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള ഒരു അഭിമാനകരമായ നേട്ടം തന്നെയാണ് പഞ്ചായത്ത് സ്വന്തമാക്കാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് പ്രഭാത ഭക്ഷണം. കുട്ടികൾക്ക് സംസ്ഥാനത്ത് ആദ്യമായി തന്നെ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം എത്തിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ. ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്? കുട്ടികൾക്ക് ഉച്ചഭക്ഷണ സംവിധാനം സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ പ്രഭാത ഭക്ഷണം എന്ന ആശയം എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയിൽ തൊട്ടു മുമ്പുണ്ടായിരുന്ന ഭരണസമിതി ഒരു വർഷം നടപ്പിലാക്കി. അത് ഏറ്റവും മെച്ചപ്പെട്ടതാണ് നമുക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതി വീണ്ടും എല്ലാ വർഷവും വെച്ച് മുന്നോട്ട് പോവുകയാണ്. കുട്ടികൾ കാലത്ത് വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ വരുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കി കൊടുക്കുകയാണ്. പിന്നെ വെക്കേഷൻ സമയങ്ങളിൽ കുട്ടികൾക്ക് പാല്, മുട്ട, പഴം എന്ന രീതിയിൽ പ്രത്യേകമായി കിറ്റ് വീടുകളിലേക്ക് എത്തിക്കുന്ന സംവിധാനം ചെയ്യുകയാണ്. അങ്ങനെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുന്ന കൂട്ടത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിലും നമ്മൾ വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് മറ്റുള്ള പഞ്ചായത്തുകൾ ഇപ്പോൾ മാതൃക അവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയിലും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് സ്മാർട്ട് അംഗനവാടികൾ, സ്കൂളുകളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത്? എളവള്ളി പഞ്ചായത്തിൽ 25 അംഗൻവാടികൾക്കും സ്വന്തമായ കെട്ടിടമായി. അതിൽ 5 അംഗൻവാടികൾ സർക്കാർ നിർദ്ദേശിക്കുന്ന സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. അവിടെ കുട്ടികൾക്ക് ആവശ്യമായ വായുവും വെളിച്ചവും കടക്കാൻ പറ്റുന്ന തുറസായ കെട്ടിടങ്ങൾ, ചൂട് പിടിക്കാത്ത പഫ്ഡ് റൂഫ് ഉപയോഗിച്ചുകൊണ്ടുള്ള മേൽക്കൂരകള്, അതുപോലെ തന്നെ ഫാനുകള്, ഇരിപ്പിടങ്ങള്, ആധുനികമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ബോർഡുകള്, അതുപോലെ തന്നെ TV സംവിധാനം, കുട്ടികൾ കളിമുറ്റം, കിണറ്, അതുപോലെ തന്നെ 2 തരത്തിലുള്ള വെള്ളത്തിന്റെ സ്രോതസ്, കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ ടോയ്ലറ്റുകള്, കിച്ചൺ, അതുപോലെ തന്നെ സ്റ്റോർ റൂം, എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സംവിധാനത്തെയാണ് സ്മാർട്ട് അംഗൻവാടി
അംഗൻവാടി ഉദ്ദേശിക്കുന്നത്. അത് 5 സ്മാർട്ട് അംഗൻവാടികൾ നമുക്ക് നിർമ്മിക്കാനായി. അതുപോലെ തന്നെ നമ്മുടെ കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ, അത് ഈ ഭരണസമിതി വരുന്ന സമയത്ത് ഒരു ടിൻഷീറ്റ് മേഞ്ഞ ഒരു ചെറിയ ഒരു ഹാൾ പോലെയായിരുന്നു. അതിനെ വളരെ മാറ്റങ്ങൾ 1.5 കോടി രൂപയോളം ചെലവ് ചെയ്തുകൊണ്ടാണ് കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ മാറ്റങ്ങൾ വരുത്തിയത്. അവിടെ ഇപ്പോ ഒരു വലിയ കുട്ടികൾക്കൊക്കെ സൗഹാർദ്ദപരമായിട്ടുള്ള വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. മാത്രമല്ല, ഈ ഭരണസമിതി വരുന്ന സമയത്ത് 48 കുട്ടികൾ ഉണ്ടായിരുന്ന സ്കൂളിൽ കഴിഞ്ഞ വർഷത്തെ ജൂൺ മാസത്തിൽ നമുക്ക് 106 കുട്ടികളാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. അത് വലിയൊരു മാറ്റമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ റോഡ് ഗതാഗതം സംബന്ധിച്ചുകൊണ്ട് ചെറു റോഡുകളടക്കം തന്നെ നിലവിൽ ടാറിംഗ് ചെയ്ത് പണി പൂർത്തിയാക്കി തുറന്നു കൊടുക്കാൻ പഞ്ചായത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതിലെടുത്തു പറയേണ്ടത്, അല്ലേ? എളവള്ളി ഗ്രാമപഞ്ചായത്തിലുള്ള PWD റോഡുകൾ മുഴുവൻ ഈ ഭരണസമിതിക്ക് വന്നതിന് ശേഷം BMBC നിലവാരത്തിലേക്ക് മാറ്റാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു കാര്യമായി ഞാൻ കാണുന്നത്. തീർച്ചയായും നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA-യുടെ ഏറ്റവും സൗഹാർദ്ദപരമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വലിയ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഫണ്ടുകളിൽ നിന്നും നിരവധി തുക ഈ ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി എളവള്ളിയിൽ തന്നു. ഈ ഗ്രാമപഞ്ചായത്ത് നിരവധി ഫണ്ട് വെച്ചുകൊണ്ട് റോഡുകളെയൊക്കെ പുനരുദ്ധാരണം നടത്തി. പുതിയ റോഡുകൾ, കോൺക്രീറ്റ് റോഡുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് 72 റോഡുകൾ പദ്ധതി ആസൂത്രണം ചെയ്തു. 42 റോഡുകൾ പൂർത്തീകരിച്ചു. 30 റോഡുകൾ ടെൻഡർ ചെയ്യാൻ പോകുകയാണ്. ഈ പദ്ധതികളൊക്കെ നമുക്ക് ലഭ്യമാക്കുമ്പോൾ അത് സമയബന്ധിതമായി കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു വിജയം. ഉദ്യോഗസ്ഥന്മാര്, എഞ്ചിനീയേഴ്സ് എല്ലാവരും വളരെ സഹായകരമായി നമ്മളൊപ്പം നിൽക്കുന്നതാണ് ഈ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന അതിന്റെ പിന്നിലുള്ള രഹസ്യം. നിലവിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? ഒപ്പം തന്നെ ഭാവിയിൽ എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? പഞ്ചായത്തിനെ നേരിടുന്ന ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ഭരണസമിതി എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു എതിർപ്പോ അല്ലെങ്കിൽ മറ്റു രീതികളോ ഒന്നും പഞ്ചായത്തിനില്ല. പഞ്ചായത്ത് വളരെ സൗഹാർദ്ദപരമായാണ് ജനങ്ങൾ ഗ്രാമസഭകളിലൊക്കെ പോകുമ്പോൾ ആളുകൾക്കൊക്കെ വളരെ സന്തോഷമാണ്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് തെരുവിളക്കുകളൊക്കെ 3 ദിവസത്തിൽ കൂടുതൽ ഒരു ലൈറ്റ് കത്താതെ ഇരിക്കുന്ന സാഹചര്യം ഈ പഞ്ചായത്തിനകത്തില്ല. പരാതി ഇന്ന ബൾബ് കത്തുന്നില്ല എന്ന് പരാതി ലഭ്യമായാൽ 3 ദിവസത്തിനുള്ളിൽ അത് പ്രകാശിപ്പിക്കാൻ പറ്റുന്ന നടപടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധി എനിക്കില്ല. ആ കൂടിയുള്ള പ്രതിസന്ധി ഇവിടെ ജലനിധി എന്ന് പറയുന്ന 4000 പേർക്ക് കണക്ഷൻ ഉള്ള ഒരു വലിയ ജലനിധി പദ്ധതിയുണ്ട്, ശുദ്ധജല പദ്ധതിയുണ്ട്. അതിന്റെ സ്രോതസ് KLDC കനാലിലാണ്. അപ്പൊ ആ കനാലിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറ, അവിടെ ഒരു എന്താ പറയാ, ഈ ബെണ്ട് കെട്ടി ഉപ്പുവെള്ളത്തിനെ കടക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും വേലിയേറ്റ സമയത്ത് അവിടെ നിന്നും കായലിൽ നിന്നും ഉപ്പുവെള്ളം ഇങ്ങോട്ട് കടക്കും. KLDC കനാലിൽ കടന്നു കഴിഞ്ഞാൽ കഷ്ടി 1 കിലോമീറ്റർ വരുമ്പോഴേക്കും നമ്മുടെ സോഴ്സ് അവിടെയാണ് ഒരു കിണറുള്ളത്. ആ കിണറിലെ വെള്ളം പിന്നീട് ഉപ്പുവെള്ളമായി മാറും. പിന്നീട് നല്ല മഴക്കാലം വരുമ്പോൾ ഡാമിൽ നിന്നും വെള്ളം തുറന്നു വിടുമ്പോഴാണ് ഈ ഉപ്പുവെള്ളം വീണ്ടും പോവുക. ഇതിന് ഈ സമയത്ത് നമുക്ക് ഫീസ് വാങ്ങാൻ, വെള്ളക്കരം വാങ്ങാനും പറ്റില്ല. സൗജന്യമായി നമുക്ക് ബാക്കി എല്ലാ ചെലവുകളും നിലനിൽക്കുമ്പോൾ തന്നെ സൗജന്യമായി ആളുകൾക്ക് ഉപ്പുവെള്ളം ആണെങ്കിൽ ഉപ്പുവെള്ളം കൊടുക്കേണ്ട ഗതികേടുണ്ട്. അപ്പൊ അതിനുവേണ്ടി പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് 45 കോടി രൂപ പഞ്ചായത്തിന് ജലജീവൻ മിഷന്റെ ഫണ്ട് ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ തിരുവില്ലാമലയിൽ നിന്നും ബൾക്ക് വാട്ടർ കൊണ്ടുവന്ന് 9 പഞ്ചായത്തുകളുമായി പദ്ധതി തയ്യാറാക്കി ഓരോ പഞ്ചായത്തിനും 45 കോടി രൂപയോളം ചെലവ് ചെയ്തുകൊണ്ട് ജലജീവൻ മിഷന്റെ ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് ടെൻഡർ നടപടി കഴിഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കി വരുമ്പോൾ ഇനിയും 2-3 വർഷക്കാലം ഇത്രയും കിലോമീറ്റർ ദൂരം റോഡുകൾ പൊളിച്ച് പൈപ്പിട്ട് കൊണ്ടുവരുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് അത് വരുമ്പോഴാണ് എളവള്ളി ജലനിധിക്ക് ഇപ്പൊ കൊടുത്ത 4000 പേർക്ക് ഉപ്പുവെള്ളം ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുക. മാത്രമല്ല പുതിയ 4000 പേർക്കും കൂടി കണക്ഷൻ കൊടുക്കാൻ പറ്റുക. അതാണ് ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നത്. അതിനൊരു ബദൽ സംവിധാനം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ആഴ്ച, അടുത്ത ആഴ്ചയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു RO പ്ലാന്റ്, ഇവിടെ ഉപ്പുവെള്ളം വരുന്ന സമയത്ത് ആ വെള്ളത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് 20 ലിറ്ററിന്റെ ജാറിലാക്കി ഇന്ന് ലഭ്യമാകുന്നത് ഒരു 20 ലിറ്ററിന് 60 രൂപ 70 രൂപയാണ്. 30 രൂപ 35 രൂപയ്ക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് 40 ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ടുള്ള RO പ്ലാന്റിന്റെ ഉദ്ഘാടനം അടുത്ത ആഴ്ച നടക്കാൻ പോവുകയാണ്. തൽക്കാലം ആളുകൾക്ക് പാചക ആവശ്യത്തിനും കുടിക്കാനുള്ള വെള്ളം ആ രീതിയിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഈ ബൾക്ക് വാട്ടർ പദ്ധതി, തിരുവില്ലാമല പദ്ധതി വരുന്നതോടുകൂടി എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ആ പ്രശ്നത്തിനും ഒരു പരിഹാരമാകാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തൃശൂർ ജില്ലയിലെ ഇളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ആണ് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ നമ്മളോടൊപ്പം പങ്കുവച്ചത്. ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ ജിയോ ഫോക്സ്.